Hello everyone. Today I am going to introduce a yoga position named Sarvangasana or shoulder stand. It is a yoga pose in which the entire body is balanced on the shoulders. Sarv denotes everything. Anga indicates a physical part and asana means a position. Now I am going to introduce the benefits of Sarvangasana. Sexual disorders are cured easily. It rectifies disorders in ears, nose, and throat. Maintains the perfect body weight. Kidney disorders are cured. This yoga pose brightens the eyesight. It purifies blood. Shrinking of skin, wrinkles in face are refreshed. At last but not least, asthma, liver disorders, diabetes are cured. Next, I am going to introduce the do's and don'ts of this asana. The asana should not be performed by those who have high blood pressure. Avoid this asana during menstruation. Having experiencing spinal problems, skip this asana. Don't practice in case of acute thyroid problems, chronic neck conditions, shoulder injuries, and retina problems. It should be avoided by those who have heart problems, middle ear problems, capillary, weak age, and sleep disc. അഥവാ സേതുവാസനയാണ്. ഇത് ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ ഉറങ്ങാൻ കിടക്കുന്നത് പോലെ മലർന്ന് നിവർന്ന് കിടക്കുക. കൈപ്പത്തി രണ്ടും നിലത്ത് കുത്തിവെച്ച് കാൽപാദം രണ്ടും കുത്തിവെച്ച് കിടക്കുക. ശേഷം മുട്ടുപൊക്കി കാൽപാദം രണ്ടും നിലത്തമർത്തി ഒരു ആംഗിൾ പോലെ കിടന്നതിന് ശേഷം പെടലിയും തലയും മാത്രം നിലത്ത് കുത്തി ബാക്കി ലോവർ ബോഡിയെല്ലാം ഉയർത്തുക. ഇങ്ങനെ ഒരു ബെൻ ഷേപ്പിൽ ഒരു ബ്രിഡ്ജ് പോലെ നമ്മൾ കിടക്കുന്നു. ഇതിനെയാണ് സേതുവാസന എന്ന് പറയുന്നത്. ഇതുകൊണ്ടുള്ള യൂസസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പെൽവിക് ഏരിയാസിലെ വേദനകളും പീരീഡ്സ് പെയിനും ഒക്കെ മാറും. വയറുവേദന, നടുവേദന ഒക്കെ പീരീഡ്സ് ടൈമിലെ കുറയും. പിന്നെ നമുക്ക് വയറിനാണിത് ചെയ്യുമ്പോൾ ഒരു സ്ട്രെച്ച് കിട്ടുന്നത്, അതായത് ബെല്ലി ഫാറ്റ് കുറയ്ക്കാനുണ്ട് ഹെൽപ്ഫുള്ളാണ്. ഇവിടെ കാലുകൾ മടക്കി കാൽപാദത്തിന്റെ ഹീൽസിന് മുകളിൽ ഇരിക്കുക. രണ്ടു കാലിലെയും തള്ളവിരലുകൾ തൊട്ടിരിക്കുകയും ഉപ്പൂറ്റി അകത്തി വെക്കുകയും ചെയ്യുക. ഒപ്പം രണ്ട് മുട്ടുകളും. എന്നിട്ട് ശ്വാസം പുറത്തേക്ക് വിട്ടതിനു ശേഷം മുൻപോട്ട് ബെൻഡ് ചെയ്യുക. ഒപ്പം തന്നെ കൈകളും നെറ്റിയും നിലത്ത് മുട്ടിക്കുക. കൈ മാക്സിമം സ്ട്രെച്ച് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. മൈൻഡ് ബോഡി റിലാക്സേഷൻ പോസ്ചറാണിത്. അതുപോലെ തന്നെ ആൻസൈറ്റി, സ്ട്രെസ് എന്നിവ കുറയ്ക്കുവാനും. വജ്രാസനത്തിൽ ഇരുന്നതിന് ശേഷം കാൽമുട്ടിൽ നിന്നുകൊണ്ട് ശരീരം മുന്നോട്ട് വളച്ച് ഓരോ കൈകളായി പിന്നോട്ട് ശ്വാസമെടുത്ത് അതാത് പാദങ്ങളിൽ പിടിക്കുക. കഴുത്ത് പിന്നോട്ട്, തല പിന്നോട്ടാക്കി ശരീരം പരമാവധി വളയ്ക്കുക. അവനവൻ്റെ കഴിവിനനുസരിച്ച് വേണം വളയ്ക്കുവാൻ. 5 മുതൽ 10 സെക്കൻഡ് വരെ ഇങ്ങനെ നിൽക്കുക. അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് ഓരോ കൈകളായി മുന്നോട്ടേക്ക് കൊണ്ടുവരിക. ഉഷ്രം എന്നാൽ ഒട്ടകമെന്ന് അർത്ഥം. ഈ ആസനത്തിൽ വളയലും വലിച്ചു നീട്ടലും വരുന്നതുകൊണ്ട് നട്ടെല്ലിന് നല്ല അയവ് കിട്ടുന്നു. 2 മുതൽ 6 വരെ ഇഞ്ച് അകലത്തിൽ വയ്ക്കുക. സാവധാനം കൈകൾ ശ്വാസം വലിച്ച് ശിരസിന് മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് വീണ്ടും കൈവിരലുകൾ കോർത്തു വയ്ക്കുക. കൈവിരലുകൾ മുകളിലേക്ക് മലർത്തി നന്നായി വലിക്കുക. കാല് ഉപ്പൂറ്റികൾ
മുകളിലേക്ക് ഉയർത്തി നിൽക്കുക. മുഖം പ്രസന്നമാക്കി ഒരു 5-10 തവണ ശ്വാസം വലിച്ചു വിടുക. കൈകൾ ചെവിയോട് ചേർന്നിരിക്കണം. നട്ടെല്ല് നിവർന്നിരിക്കണം. ഉപ്പൂറ്റികൾ പൊന്തി നിൽക്കണം. മുഖം പ്രസന്നമായിരിക്കണം. ദൃഷ്ടി ഏതെങ്കിലും മുമ്പിലുള്ള ബിന്ദുവിലേക്കായിരിക്കട്ടെ. മനസ്സിനെ ധ്യാനാത്മകമാക്കുക. ഉപ്പൂറ്റികൾ താഴെ വയ്ക്കുക. ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് കൈകൾ വശങ്ങളിലൂടെ താഴ്ത്തി കാല് തുടകളിൽ ചേർത്തു വയ്ക്കുക. കണ്ണുകൾ അടച്ച് വിശ്രമിക്കുക. മനസ്സിൻ്റെ ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ ഈ ആസനം വളരെ വേണ്ടപ്പെട്ടതാണ്. ഇത് ഇച്ഛാശക്തിയെ ഉയർത്തുന്നു. ഭാരതത്തിൽ ഉത്ഭവം കൊണ്ട യോഗ ശാരീരികവും മാനസികവും ആത്മീയവുമായ തലങ്ങളെ സ്പർശിച്ച് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും മാറ്റം ലക്ഷ്യമിടുന്നു. യോഗ എന്ന വാക്കിൻ്റെ അർത്ഥം ചേർച്ച എന്നതാണ്. ആരോഗ്യപരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ യോഗ ഒരു പ്രധാന ഘടകമായി മാറിയിരിക്കുകയാണ്. വൃക്ഷാസനം നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരു ആസനമാണ്. നട്ടെൽ നിവർത്തി ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് വലതുകാൽ മുകളിലേക്ക് ഉയർത്തി മുട്ട് മടക്കി ഇടത് തുടയോട് ചേർത്ത് വയ്ക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇരു കൈകൾ കൂപ്പി നെഞ്ചോട് ചേർത്ത് വയ്ക്കുക. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് കൂപ്പുകൈകൾ സാവധാനം തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തുക. കണ്ണുകൾ ഒരു പോയിന്റിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാലുകൾ താഴ്ത്തി പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. ഈ ആസനം ശരീരത്തിൻ്റെ മറുവശത്തേക്കും ആവർത്തിക്കേണ്ടതാണ്. ഈ ആസനം ചെയ്യുന്നതിലൂടെ മസിൽ സ്ട്രെങ്തനിങ്, ബ്ലഡ് സർക്കുലേഷൻ, നമ്മളുടെ കോൺസെൻട്രേഷൻ കൂട്ടുവാനും ബോഡി മൈൻഡ് കോർഡിനേഷനും സാധ്യമാവുന്നു. പരോപകാരത്തിൻ്റെ പര്യായമാണ് വൃക്ഷം. വൃക്ഷാസനം ചെയ്യുമ്പോൾ മനസ്സിൽ ഈ ഒരു സങ്കല്പം നല്ലതാണ്. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്: അരക്കെട്ട് വശങ്ങളിലേക്ക് ചെരിഞ്ഞു പോകരുത്. കാൽപ്പത്തി നിലത്ത് പതിഞ്ഞിരിക്കണം. കൈകൾ മേലോട്ട് നല്ലവണ്ണം വലിയണം. നല്ല ബാലൻസ് ഉള്ളവർക്ക് കണ്ണടയ്ക്കാം. ശ്വാസോച്ഛ്വാസം ക്രമപ്പെടുത്തി വിശ്രമാവസ്ഥയിൽ എത്തിയിട്ട് വേണം ആസനം അവസാനിപ്പിക്കുവാൻ. പ്രാണായാമം എന്നാൽ ശ്വാസവായുവിൻ്റെ സഞ്ചാരത്തെയും സൂചിപ്പിക്കുന്നു. അനുലോമ വിലോമ പ്രാണായാമം ശരീരകോശങ്ങളെയും ശ്വസന വ്യവസ്ഥയെയും നവീകരിക്കുന്നു. ആന്തരിക ഘടനയെ താളാത്മകമാക്കുന്നു. രക്തത്തെ ശുദ്ധീകരിക്കുകയും ബുദ്ധിക്ക് കൂർമ്മത ലഭിക്കുകയും ചെയ്യുന്നു. മനസ്സിനെ ശാന്തമാക്കാനും ഈ പ്രാണായാമം വളരെ ഉത്തമമാണ്. ശ്വാസകോശ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ഈ പ്രാണായാമം വളരെ നല്ലതാണ്. കണ്ണുകൾ രണ്ടും അടച്ച് കൈകളിൽ ചിമുദ്ര അവലംബിക്കുക. നട്ടെല്ല് നിവർന്നിരിക്കാനായി ശ്രദ്ധിക്കുക. വളരെ സാവധാനത്തിൽ 3 തവണ ശ്വാസം എടുത്തുവിടുക. ഇടതുകൈയിൽ ചിമുദ്രയും വലതുകൈയിൽ നാസികാമുദ്രയും അവലംബിക്കുക. നാസികാമുദ്രയെ വിഷ്ണുമുദ്ര എന്നും പറയാറുണ്ട്. വലതുകൈയിലെ തള്ളവിരൽ കൊണ്ട് വലത് നാസികാദ്വാരം അടച്ചു പിടിക്കുക. ഇടത് നാസാദ്വാരത്തിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇടത് നാസാദ്വാരത്തിലൂടെ ശ്വാസം ഉള്ളിലേക്ക് സാവകാശത്തിലെടുക്കുക. ശ്വാസത്തെ കുറച്ചു സമയം ഹോൾഡ് ചെയ്യുക. വലത് നാസാദ്വാരത്തിലൂടെ ശ്വാസം സാവധാനത്തിൽ പുറത്തേക്ക്. വലത് നാസാദ്വാരത്തിലൂടെ സാവകാശത്തിൽ ശ്വാസം ഉള്ളിലേക്കെടുത്ത് കുറച്ചു നേരം ഹോൾഡ് ചെയ്യുക. സാവകാശത്തിൽ ഇടത് നാസാദ്വാരത്തിലൂടെ ശ്വാസത്തെ പുറത്തേക്ക് വിടുക. ഇപ്പോൾ അനുലോമ വിലോമ പ്രാണായാമത്തിൻ്റെ ഒരു റൗണ്ട് പൂർത്തിയായിരിക്കുന്നു. ഇതുപോലെ ദിവസവും 9 തവണ ചെയ്യുന്നത് ശരീരത്തിന് വളരെയധികം നല്ലതാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ത്രികോണാസനം. ഇടുപ്പിന് ഭംഗി നൽകാനും ശരീരത്തിന് പലതരത്തിലെ ആരോഗ്യപരമായ ഗുണങ്ങൾ നൽകാനും സഹായിക്കുന്ന ഒന്നാണ് ത്രികോണാസനം. ഇനി ത്രികോണാസനത്തിൻ്റെ ഗുണങ്ങൾ നോക്കാം. കാലുകളും കാൽമുട്ടുകളും കണങ്കാലുകളും കൈത്തണ്ടയും നെഞ്ചും ശക്തിപ്പെടുത്തുന്നു. മാനസികവും ശാരീരികവുമായ സന്തുലിതാവസ്ഥ വർദ്ധിക്കാൻ സഹായിക്കുന്നു. ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ഉത്കണ്ഠ, മാനസിക പിരിമുറുക്കം, നടുവേദന, വാതസംബന്ധമായ വേദന തുടങ്ങിയവ കുറയ്ക്കാനും ത്രികോണാസനം സഹായിക്കുന്നു.
ത്രികോണാസനത്തിൻ്റെ വിപരീത ഫലങ്ങൾ: അതിസാരം, കൂടിയതോ കുറഞ്ഞതോ ആയ രക്തസമ്മർദ്ദമുള്ളവർ, കഴുത്തിലോ നടുവിനോ ക്ഷതമുള്ളവർ ഈ യോഗാസനം ചെയ്യുന്നത് ഒഴിവാക്കണം. കൂടുതൽ രക്തസമ്മർദ്ദമുള്ളവർ ഈ യോഗാസനം കൈകൾ തലയ്ക്ക് മുകളിൽ ഉയർത്താതെ ചെയ്യാവുന്നതാണ്. കാരണം ഇത് രക്തസമ്മർദ്ദം വീണ്ടും കൂടാൻ ഇടയാകുന്നു. ത്രികോണാസനം ചെയ്യേണ്ട വിധം: നമ്മൾ നിവർന്ന് നിൽക്കുക. ശേഷം കുത്തിനനുസരിച്ച് കാലുകൾ അകത്ത് വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് വലത് കാലിൻ്റെ താഴ്ഭാഗത്തേക്ക് വലത് കൈ കൊണ്ടുവരിക. തല ഉയർത്തി ഇടത് കൈകളിലേക്ക് നോക്കുക. പൂർവ്വസ്ഥിതിയിലെത്തുക. പിന്നീട് ഇടത് കാല് ഇടത് സൈഡിലേക്ക് വെച്ച് ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കൈ ഇടത് കാലിൽ തൊടുക. വലത് കൈയിലേക്ക് നോക്കുക. ശേഷം പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. ഇങ്ങനെ ഒരു 5 തവണയെങ്കിലും ചെയ്തു നോക്കണം. ചെയ്യുന്നതിനിടയിൽ രക്തസമ്മർദ്ദം ഉള്ളവരാണെങ്കിൽ കൈ പൊക്കി വെക്കേണ്ടതില്ല, അല്ലാണ്ട് തന്നെ ചെയ്യാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബദ്ധകോണാസന ഓർ ദ ബട്ടർഫ്ലൈ പോസിനെ പറ്റിയാണ്. ബദ്ധകോണാസന ഓർ ദ ബട്ടർഫ്ലൈ പോസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ബെനിഫിറ്റ്സിനെ പറ്റി പറയാം. ഫസ്റ്റത്തെ ഒരു ബെനിഫിറ്റായിട്ട് പറയുന്നത് ഒരു മെൻ്റൽ ബെനിഫിറ്റാണ്. ദാറ്റ് ഇസ് സ്ട്രെസ് റിലീഫ്. ഭയങ്കരമായിട്ട് നമുക്ക് എന്തെങ്കിലും സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ സ്ട്രെസ് റിലീഫിന് വളരെ നല്ലൊരു കോഴ്സാണിത്. നമുക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു റെഗുലർ റുട്ടീൻ പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെഡേക്ക് കുറയുന്നതായിട്ടും സ്ട്രെസ്സ്, ആങ്സൈറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ കുറയുന്നതായിട്ടും കാണാൻ പറ്റും. പിന്നെയുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് നെക്ക് പെയിന്, ഷോൾഡർ പെയിന് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് കുറയുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ പറയുന്നൊരു ബെനിഫിറ്റ് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് വളരെ ഹെൽത്തി ആയിട്ടിരിക്കാനും ഈ പോസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലേക്ക് കറക്റ്റായിട്ടുള്ള ബ്ലഡ് ഫ്ലോ എത്തുന്നത് വഴി റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും റീപ്രൊഡക്റ്റീവ് ഓർഗൻസും ഒക്കെ വളരെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും നമുക്ക് ഇൻഫെർട്ടിലിറ്റി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനും ഈ പോസ് റെഗുലറായിട്ട് ചെയ്യുന്നത് ഒരുപാട് യൂസ്ഫുള്ളാണ്. പിന്നെ പറയുന്നൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ലേഡീസിനും ഇത് ഫോളോ ചെയ്യാം. അതായത് ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ഡൈജഷൻ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലോ ബാക്ക് പെയിൻ, സ്ട്രെസ്സ് അതുപോലെയുള്ള കാര്യങ്ങളുണ്ടെങ്കിലോ ഇത് ഫോളോ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെ സ്ട്രെസ് റിലീഫിനൊക്കെ ഒരുപാട് നല്ലൊരു പോസാണ് ഈ ബദ്ധകോണാസന ഓർ ദ ബട്ടർഫ്ലൈ പോസ് എന്ന് പറയുന്നത്. പിന്നെ ഈ പോസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ബാക്ക് പെയിനോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർ ഇത് ചെയ്യുന്നതെങ്കിൽ സപ്പോർട്ടിനായിട്ട് ബുക്കോ പില്ലോയോ അങ്ങനെ എന്തെങ്കിലും, അതായത് നമ്മുടെ ബോഡി കുറച്ച് സപ്പോർട്ടഡായി നിർത്തിക്കൊണ്ട് ചെയ്യുക അങ്ങനെ പ്രശ്നങ്ങളുള്ളവർ. പിന്നെ ഒരിക്കലും സ്ട്രെസ്ഡ് ആയിട്ടിരുന്നുകൊണ്ട് ഇത് ചെയ്യാതിരിക്കുക. കാരണം നമ്മൾ റിലാക്സേഷന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ഒരുപാട് സ്ട്രെസ് എടുത്ത് ചെയ്യാതിരിക്കുക. പിന്നെ ഇത് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും കണ്ടിന്യൂസ് ആയി ബ്രീത്ത് ഔട്ട് ചെയ്യുകയും ചെയ്യണം. എന്നാലാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള യൂസ് കിട്ടത്തുള്ളൂ. ഇനി ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ഒന്ന് പറഞ്ഞു തരാം. ദാറ്റ് ഈസ് നമ്മളിത് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മളൊരു റിലാക്സ്ഡ് ആയ പൊസിഷനിലായിരിക്കും ഇരിക്കുക. ആ റിലാക്സ്ഡ് ആയിട്ടുള്ള പൊസിഷനിൽ നിന്ന് നമ്മൾ കൈകൾ രണ്ടും കാല് രണ്ടും ഇങ്ങനെ നമ്മൾ ഈ തൈസിൽ നമുക്ക് ആ സ്ട്രെസ് അറിയുന്ന രീതിയിൽ കാലുകൾ രണ്ടും വെക്കുക. അതിനുശേഷം നമ്മുടെ 2 കൈയും ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്ത് വെക്കുക. പിന്നെ അത് പിന്നെയും ഒരു റെസ്റ്റ് ചെയ്യുന്ന പൊസിഷനിലേക്ക് കൊണ്ട് നമ്മുടെ 2 കൈയും ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്ത് വെക്കുക. പിന്നെ അത് പിന്നെയും ഒരു റെസ്റ്റ് ചെയ്യുന്ന പൊസിഷനിലേക്ക് കൊണ്ടുവന്ന് കാലിൻ്റെ അടിയിൽ പിടിക്കുക. എന്നിട്ട് നമ്മുടെ ഈ സ്ട്രെസ് അറിയുന്ന പോലെ കാല് മൂവ്മെൻറ്റ് ചെയ്യുക. ഒരു 10 to 20 ടൈംസ് ആണ് ചെയ്യേണ്ടത്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. ഇനി അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ ഇരിക്കുക, ഒരു റിലാക്സ്ഡ് പൊസിഷനിൽ ഇരിക്കുക. അതിനുശേഷം നമ്മുടെ ഈ 2 കാലുകളും ഇങ്ങനെ ചേർത്ത് പിടിക്കുക. അപ്പോൾ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ ഇതിൻ്റെ 2ൻ്റെയും ഈ സോൾസ് മീറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ 2 കൈകളും ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. അതിനുശേഷം നട്ടെല്ല് നിവർത്തിയിരിക്കുക. റിലാക്സ്ഡ് ആയിട്ടിരുന്നതിന് ശേഷം കൈകൾ 2 ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് കാലിൻ്റെ അടിയിൽ നമ്മൾ വയ്ക്കുക. അതിനുശേഷം ഇങ്ങനെ ഈ മൂവ്മെൻറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് തൈസിൽ ആ സ്ട്രെസ്സ് ഫീൽ ചെയ്യണം. ഇതൊരു 50 to 20 ടൈംസ് കണ്ടിന്യൂ ചെയ്യുക. ഈ സമയത്ത് ഇത് ചെയ്യുന്നതിനിടയ്ക്ക് കറക്റ്റായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക.
ബാക്ക് ബോണൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ശശാസനം, ഹെയർ പോസ്റ്റർ അല്ലെങ്കിൽ റാബി പോസ്റ്റർ. ശശം എന്നാൽ മുയലൻ എന്നാണ് അർത്ഥം. മുയലി കുതിച്ചോടുന്നതിനെ ആസ്പദമാക്കിയാണ് ശശാസനം. വജ്രാസനത്തിലിരുന്നാണ് ഇത് ചെയ്യേണ്ട വിധം. വജ്രാസനത്തിലിരിക്കുക. 2 ഉപ്പൂറ്റികളുടെയും ഇടയിൽ പൃഷ്ഠഭാഗം നിലത്തു ചേർന്നിരിക്കണം. കൈകൾ നീട്ടി കാൽമുട്ടുകളിൽ കമിഴ്ത്തി വയ്ക്കുക. ശ്വാസം സാവധാനം എടുക്കുന്നതോടൊപ്പം കൈകൾ നേരെ മുമ്പിൽ കൂടി ഉയർത്തി ചെവികളെ സ്പർശിച്ചുകൊണ്ട് തലയുടെ ഇരുഭാഗത്തുമായി നിർത്തുക. ഉള്ളം കൈകൾ ചേർത്ത് തൊഴുതു പിടിക്കുക. കൈമുട്ടുകൾ നിവർന്നിരിക്കണം. ശ്വാസം ഉള്ളിൽ നിർത്തിക്കൊണ്ട് അതേ ഇരിപ്പിൽ കൈയും തലയും ഉടലും കഴിയുന്നിടത്തോളം പുറകോട്ട് ചായ്ക്കുക. അടുത്തതായി സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് അരയ്ക്ക് മുകളിലുള്ള സർവഭാഗങ്ങളും മുൻപോട്ട് ചാഞ്ഞു താണു വന്ന് കൈകൾ ആവുന്നിടത്തോളം നീട്ടി നിലത്തു വയ്ക്കുക. നെറ്റിയും തറയിൽ വയ്ക്കുക. ശ്വാസം വിട്ടുതീർന്ന് 2 സെക്കൻഡ് കഴിഞ്ഞ് ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ അല്പം പുറകോട്ട് നിലത്തുകൂടി വലിച്ചിട്ട് സാവധാനം ഉയർന്ന് കൈകൾ തലയ്ക്ക് മുകളിൽ എത്തിക്കുക. ഇപ്പോഴും കൈകൾ ചെവിയോട് ചേർന്നിരിക്കണം. ഉയരുമ്പോഴും പൃഷ്ഠഭാഗം പൊങ്ങിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ കാൽമുട്ടുകളിൽ വയ്ക്കുക. ഇങ്ങനെ 5 പ്രാവശ്യം ചെയ്യുക. ശശാസനം ചെയ്താലുള്ള പ്രയോജനം: തലച്ചോറിനും മുഖത്തിനും ധാരാളം രക്തം ലഭിക്കും. തോളുകളുടെ അകത്തോട്ടുള്ള വളവ് മാറുന്നു. അരക്കെട്ടിന് അയവും ഉറപ്പും ഉണ്ടാകുന്നു. അടിവയറ്റിലെ മസിലുകളും അവയവങ്ങളും ശക്തങ്ങളാകുന്നു. നട്ടെല്ലിൻ്റെ പല പ്രയാസങ്ങളും മാറ്റാൻ ഉപകരിക്കുന്നു. മനസ്സ് നിയന്ത്രണവിധമാകുന്നു. ശശാസനം വളരെ ലളിതമാണെങ്കിലും പതിവായി അഭ്യസിക്കുന്നവർക്ക് ശാരീരികമായും മാനസികമായും പല നേട്ടങ്ങളും ഉണ്ടാകാവുന്നതാണ്.